വാർത്തകൾ വിശദമായി. ആലപ്പുഴ ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള അധ്യക്ഷന്മാരെയും ഉപാധ്യക്ഷന്മാരെയും തെരഞ്ഞെടുത്തു. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി CPM-ലെ A. മഹേന്ദ്രൻ ചുമതലയേറ്റു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി ആര്യാട് ഡിവിഷനിലെ അഡ്വക്കേറ്റ് ഷീന സനൽകുമാറിനെയാണ് തെരഞ്ഞെടുത്തത്. ആലപ്പുഴ ജില്ലയിലെ 72 ഗ്രാമപഞ്ചായത്തുകളിലേക്കും 12 ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്കും ജില്ലാ പഞ്ചായത്തിലേക്കുമുള്ള അധ്യക്ഷന്മാരെയും ഉപാധ്യക്ഷന്മാരെയുമാണ് തെരഞ്ഞെടുത്തത്. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി CPM-ലെ A. മഹേന്ദ്രൻ തെരഞ്ഞെടുക്കപ്പെട്ടു. നൂറനാട് ഡിവിഷനിൽ നിന്ന് വിജയിച്ച മഹേന്ദ്രൻ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ്. 24 അംഗങ്ങളുള്ള ജില്ലാ പഞ്ചായത്തിൽ മഹേന്ദ്രന് 16ഉം എതിർ സ്ഥാനാർത്ഥിയായ കോൺഗ്രസിലെ ജോൺ തോമസിന് 8 വോട്ടും ലഭിച്ചു. ജില്ലാ കളക്ടർ അലക്സ് വർഗീസിന്റെ സാന്നിധ്യത്തിലായിരുന്നു തെരഞ്ഞെടുപ്പ്. തുടർന്ന് മഹേന്ദ്രൻ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. CPM-ലെ തന്നെ ഷീന സനൽകുമാറാണ് വൈസ് പ്രസിഡന്റ്. നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പൂർവ്വപ്രവർത്തനവും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുന്നു. പരാശങ്ക കൂടാതെയും മമതയോ ദൂഷണമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായി വിശ്വസതയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ. CPM ജില്ലാ സെക്രട്ടറി R. നാസർ, MLA-മാരായ PP ചിത്തരഞ്ജൻ, H. സലാം, CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി PV സത്യനേശൻ തുടങ്ങിയവർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു. വിവിധ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളിലെ അധ്യക്ഷന്മാരെയും തെരഞ്ഞെടുത്തു. നാടകീയതകൾ നിറഞ്ഞതായിരുന്നു ചില തദ്ദേശ സ്ഥാപനങ്ങളിലെ അധ്യക്ഷ തെരഞ്ഞെടുപ്പ്. ആലപ്പുഴ നെടുമുടി പഞ്ചായത്തിൽ ക്വാറം തികയാതിരുന്നതിനാൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് മാറ്റി. തെരഞ്ഞെടുപ്പ് തിങ്കളാഴ്ച നടക്കും. ഭരണം കിട്ടിയിട്ടും LDF-ൽ ഉണ്ടായ തർക്കമാണ് ക്വാറം തികയാതിരുന്നതിന് കാരണം. LDF-ലെ 9 അംഗങ്ങൾ തെരഞ്ഞെടുപ്പിൽ എത്തിയില്ല. ക്വാറം തികയാതെ വന്നതിനാൽ വിയ്യപുരത്തും പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചു. പുളിങ്കുന്ന് പഞ്ചായത്തിൽ കോൺഗ്രസ് അംഗം കൂറുമാറി LDF-ൽ ചേർന്ന പ്രസിഡന്റായി. 10-ാം വാർഡിൽ നിന്ന് വിജയിച്ച കോൺഗ്രസ് അംഗം ഔസേപ്പച്ചൻ വെമ്പാടംതറയാണ് കൂറുമാറിയത്. കോൺഗ്രസിലെ ജോഷി കൊല്ലാറയാണ് പരാജയപ്പെട്ടത്. 16-അംഗ ഭരണസമിതിയിൽ UDF 7, LDF 6, NDA 3 എന്നതായിരുന്നു കക്ഷിനില. കോൺഗ്രസ് അംഗം കൂറുമാറിയതോടെ LDF-നായി ഭൂരിപക്ഷം. നറുക്കെടുപ്പ് നടന്ന താമരക്കുളം, വള്ളിക്കുന്നം പഞ്ചായത്തുകളിൽ കോൺഗ്രസിന് പ്രസിഡന്റ് സ്ഥാനം ലഭിച്ചു. ഹരിപ്പാട്, ചിങ്ങോലിയിൽ UDF-ന് ടോസിലൂടെ പ്രസിഡന്റ് സ്ഥാനം ലഭിച്ചു. കോൺഗ്രസ് വിമത സുബി സുധാകരനാണ് പ്രസിഡന്റായത്. വെളിയനാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം നറുക്കെടുപ്പിലൂടെ LDF-ന് ലഭിച്ചു. CPM-ലെ ശോഭന ഉദയകുമാർ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. ആല, ബുധനൂർ, കാർത്തികപ്പള്ളി, തിരുവൻവണ്ടൂർ, പാണ്ടനാട് പഞ്ചായത്തുകളിൽ BJP ഭരണം പിടിച്ചു. ചേർത്തല, പള്ളിപ്പുറം പഞ്ചായത്തിലും BJPക്കാണ് ഭരണം. ആല പഞ്ചായത്ത് പ്രസിഡന്റായി അനീഷ ബിജുവും, ബുധനൂർ പഞ്ചായത്ത് പ്രസിഡന്റായി പ്രമോദ് കുമാറും, കാർത്തികപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റായി P. ഉല്ലാസനും, തിരുവൻവണ്ടൂർ പ്രസിഡന്റായി സ്മിത രാജേഷും, പാണ്ടനാട് പഞ്ചായത്ത് പ്രസിഡന്റായി ജിജി കുഞ്ഞുകുഞ്ഞും തെരഞ്ഞെടുക്കപ്പെട്ടു.